Hi and welcome to the new video. So last video we output noise power, steady state output noise power അല്ലെങ്കിൽ steady state output variance എന്നുള്ള expression derive ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ബേസിൽ ഒന്ന് രണ്ട് പ്രോബ്ലംസ് നോക്കാം. സോ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് ഇക്വേഷൻസ് ആണ് നമുക്ക് അവിടെ ഉണ്ടായിരുന്നത്. അത് രണ്ടിൽ ഏതിന്റെ ബേസിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അതായത് സിമ്പിൾ ഇക്വേഷൻ എപ്സിലോൺ ഓഫ് n ഈക്വൽ ടു സിഗ്മ എപ്സിലോൺ സ്ക്വയർ ഈസ് ഈക്വൽ ടു sigma e square summation n equal to 0 to infinity h square of n വെച്ചിട്ട് ചെയ്യാം. അതായത് ഇമ്പൾസ് റെസ്പോൺസ് കിട്ടുകയാണെങ്കിൽ അത് വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാം. രണ്ടാമത്തെ മെത്തേഡ് അതിൽ നിന്ന് നമ്മൾ ഏതാ പാർസിവൽസ് തിയറം അപ്ലൈ ചെയ്ത് അവിടെ കോഷീസ് റെസിഡ്യൂ തിയറം യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാം. അതായത് വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ രണ്ട് ചെയ്ത് കഴിഞ്ഞാലും സെയിം തന്നെയാണ്. അപ്പോൾ ഏതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം. നമുക്ക് ഇവിടെ രണ്ട് മെത്തേഡ് വെച്ചിട്ടും പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, compute the variance or steady state noise power of the network in the output because of quantization of the input for the first order filter y of n equal to a y of n minus 1 plus x of n condition 0 less than a less than 1. Okay, ഇപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഡിഫറൻസ് ഇക്വേഷൻ ആണ്. അപ്പോൾ ഡിഫറൻസ് ഇക്വേഷൻ ആണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അത് കോൺസ്റ്റന്റ് എ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോൺസ്റ്റന്റ് ആണ് അതിൽ തന്നിട്ടുള്ളത്. അതിൻ്റെ റേഞ്ച് തന്നിട്ടുണ്ട് 0ക്കും 1നും ഇടയിലാണെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഏത് മെത്തേഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് എന്തായാലും ഡിഫറൻസ് ഇക്വേഷൻ വെച്ചിട്ട് കാര്യമില്ല. ഒന്നെങ്കിൽ എച്ച് ഓഫ് എൻ വേണം ആദ്യത്തെ മെത്തേഡ് വെച്ച് ചെയ്യാൻ, രണ്ടാമത്തെ ആണെങ്കിൽ എച്ച് ഓഫ് സെഡ് വേണം. ഇപ്പോൾ എച്ച് ഓഫ് എൻ കിട്ടണമെങ്കിലും നമുക്കറിയാം ഈ ഒരു സിസ്റ്റം ഇതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എച്ച് ഓഫ് എൻ കിട്ടില്ല. അപ്പോഴും നമുക്ക് എച്ച് ഓഫ് സെഡ് വേണം. അപ്പോൾ ബേസിക്കലി എച്ച് ഓഫ് സെഡ് എന്തായാലും കണ്ടുപിടിക്കേണ്ടി വരും. സോ ചില പ്രോബ്ലത്തിൽ എച്ച് ഓഫ് സെഡ് ഡയറക്റ്റ് തന്നിട്ടുണ്ടാവും, അങ്ങനെയാണെങ്കിൽ എളുപ്പമാണ്. അല്ലാത്ത കേസിൽ നമ്മൾ എന്തായാലും എച്ച് ഓഫ് സെഡിലേക്ക് എത്തിയിട്ട് തന്നെ പറ്റുള്ളൂ. എച്ച് ഓഫ് സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫ്രീക്വൻസി റെസ്പോൺസ് ആ രീതിയിലേക്ക് എത്തിയിട്ട് അതിന് ഇൻവേഴ്സ് എടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താ, രണ്ട് സൈഡിലും സെഡ് ട്രാൻസ്ഫോം എടുക്കുക. സോ ടേക്കിംഗ് Z transform on both sides. ഫസ്റ്റ് മെത്തേഡാണ് ഞാൻ ആദ്യം പറയുന്നത്. എന്തായാലും സെറ്റ് ട്രാൻസ്ഫോം നമുക്ക് രണ്ട് മെത്തേഡിനും ആവശ്യമുണ്ട്. ഇപ്പോൾ രണ്ട് സൈഡിലും സെറ്റ് ട്രാൻസ്ഫോം എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, y ഓഫ് n മാറിയിട്ടത് y ഓഫ് z ആവും. y ഓഫ് z ഈസ് ഈക്വൽ ടു a ഇൻറ്റു y ഓഫ് n മൈനസ് 1 വരുമ്പോൾ z റേസ് ടു മൈനസ് 1 y of z പ്ലസ് x ഓഫ് z വരും അല്ലേ. ഇനി ഇതിലെ വൈഡ് ടേമുകൾ തന്നെ ഒരു ഭാഗത്തേക്ക് ആക്കാം, ഒരു സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. സോ y ഓഫ് z ഇൻറ്റു ഇവിടെ 1 മൈനസ് a z റേസ് ടു മൈനസ് 1 ഈക്വൽ ടു x ഓഫ് z കിട്ടും. അല്ലെങ്കിൽ therefore h of z എഴുതാലോ ഇതിൽ നിന്ന്. h of z is equal to y of z divided by x of z. So just rearrange ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും y of z ഉണ്ട് by x of z ചെയ്ത് കഴിഞ്ഞാൽ 1 divided by 1 minus a z raised to minus 1 അല്ലെങ്കിൽ z by z minus a. ഇത് ഓൾറെഡി നമുക്ക് അറിയുന്ന ഒരു ഫോർമാറ്റിലേക്ക് എത്തി ഈ സിസ്റ്റം ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഇനി നമുക്ക് എച്ച് ഓഫ് എൻ കിട്ടുക വേണ്ടല്ലോ. എച്ച് ഓഫ് സെറ്റ് കിട്ടി കഴിഞ്ഞാൽ ഇൻവേഴ്സ് എടുത്താൽ മതി. സോ ടേക്കിംഗ് ഇൻവേഴ്സ് സെഡ് ട്രാൻസ്ഫോം. ഇത് ഞാൻ പറയുന്നു ആദ്യത്തെ നമ്മളുടെ എച്ച് ഓഫ് എൻ വെച്ചിട്ടുള്ള മെത്തേഡിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇൻവേഴ്സ് എടുത്തിട്ട് എച്ച് ഓഫ് എന്നിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, എച്ച് ഓഫ് സെഡ് വെച്ചിട്ട് പ്രൊസീഡ് ചെയ്യാം. സോ എച്ച് ഓഫ് എൻ ഈക്വൽ ടു എന്താ വരിക, നമുക്കറിയാം 1 by 1 minus a z raised to minus 1 എന്ന് പറയുന്നത് അല്ലെങ്കിൽ z by z minus a എന്ന് പറയുന്നത് ഇതിൻ്റെ ട്രാൻസ്ഫോം ആയിരുന്നു a raised to n u of n. അത് ഓർമ്മ വേണം, വേറെ ഒന്നും കൂടെ ആവശ്യം വരുന്നില്ല. a raised to n u of n ൻ്റെ z ട്രാൻസ്ഫോം ആണ് z by z minus a or 1 by 1 minus a z raised to minus 1 എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇവിടെ h of n കിട്ടി. ഇനി നമുക്ക് നമ്മളുടെ ഇക്വേഷനിലേക്ക് വരാം. എന്തായിരുന്നു ഇക്വേഷൻ, അതായത് നമ്മളുടെ സിഗ്മ എപ്സിലോൺ സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ e square into summation n equal to 0 to infinity h square of n. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതിലിപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, എച്ച് ഓഫ് എൻ എന്താണെന്നുള്ളത് ഓൾറെഡി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പിന്നെ ഈ സിഗ്മ ഇ സ്ക്വയർ ആണ്. അപ്പോൾ ഈ സിഗ്മ ഇ സ്ക്വയർ എന്ന് പറയുന്നതിനുള്ള ഇക്വേഷൻ, അതായത് വാരിയൻസ് ഇൻ ദ ഇൻപുട്ട് ഡ്യൂ ടു ക്വാണ്ടൈസേഷൻ, നമുക്ക് ഇക്വേഷൻ അറിയാം Q² by 12 ആണ്.
അപ്പോൾ ഒന്നും തന്നിട്ടില്ലെങ്കിൽ ജസ്റ്റ് q²/12 എന്ന് എഴുതിയാൽ മതി. ഇനിയിപ്പോൾ ഈ q എന്ന് പറയുന്നത് തന്നെ രണ്ട് തരത്തിൽ നമുക്ക് എടുക്കാം. ക്വസ്റ്റ്യനിലൊന്നും സ്പെസിഫൈഡ് അല്ല, റേഞ്ച് ഒന്നും തന്നിട്ടില്ലെങ്കിൽ നമ്മൾ സാധാരണ അതായത് +1ഉം -1ഉം ഇടയിലാണ് റേഞ്ച് എന്നുള്ള രീതിയിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുമ്പോഴാണ് എന്തെന്ന് കിട്ടുക, q2⁻b എന്ന് കിട്ടുക. അതായത് 2/2b+1 ചെയ്തിട്ട് കിട്ടുന്നതാണ്. റേഞ്ച് +1ഉം -1ഉം ഇടയിൽ വരുമ്പോൾ r എന്ന് പറയുന്നത് 1 - -1 2 വരും, 2/2b+1. അതായത് നമ്മളിവിടെ എടുക്കുന്നത് b+1 ബിറ്റ്സ് ആണ്. b+1 ബിറ്റ്സ് ആയിട്ടാണ് ക്വാണ്ടൈസ് ചെയ്യുന്നത്. ഇൻക്ലൂഡിങ് സൈൻ ബിറ്റ് ആണ് b+1 എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പ്രോബ്ലത്തിൽ ആ ഡാറ്റയും കൂടി തന്നിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ എടുക്കുക, റേഞ്ച് തന്നിട്ടുണ്ടെങ്കിൽ q എന്ന് പറയുന്നത് എടുക്കുക റേഞ്ച് ഡിവൈഡഡ് ബൈ 2⁻b+1 ആ രീതിയിൽ വേണം എടുക്കാൻ. അപ്പോൾ ഇവിടെയും എടുത്തത് അങ്ങനെ തന്നെയാണ്, പക്ഷെ അവിടുത്തെ റേഞ്ച് നമ്മൾ എടുക്കുന്നത് എന്താ -1നും +1നും ഇടയിലാണ് റേഞ്ച് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ റേഞ്ച് വരിക 1 - -1 എന്ന് പറഞ്ഞാൽ 2 വരും. 2/2b+1 അങ്ങനെയാണ് ഇവിടെ 2⁻b എന്ന് കിട്ടുന്നത്. എന്നിട്ട് ഈ ഇക്വേഷനിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ അത് ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് നമുക്ക് എന്താ പറയുക q²/12 എഴുതാം. ക്യൂവിന് പകരം 2⁻b എടുക്കാം. ആ രീതിക്ക് ചെയ്തു പോകാം. എന്തായാലും അതവിടെ വെറുതെ വെക്കുന്നത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഭാഗത്താണെങ്കിൽ ചെയ്യേണ്ട ആവശ്യം വരുള്ളൂ. സോ ഇത് ഈക്വൽ ടു ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് വരും, സിഗ്മ e² അതേപോലെ തന്നെ നിർത്തി സിഗ്മ, അതായത് സമ്മേഷൻ n = 0 to ∞ എന്തെന്ന് വരും, h²n പകരം ഇവിടെ എന്ത് വരും, a⁻n² വരും. അതായത് a⁻2n വരും. u(n) പിന്നെ എഴുതേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. കാരണം അതിൻ്റെ വാല്യൂ നമുക്കറിയാം, യൂണിറ്റ് സ്റ്റെപ്പ് ആണ്, മാഗ്നിറ്റ്യൂഡ് എന്താണ് 1 ആണ്. അപ്പോൾ അതിൻ്റെ ആവശ്യം ഇല്ല. അപ്പോൾ ഞാൻ അവിടെ എഴുതിയിട്ടില്ല. അപ്പോൾ ഇത് നിൽക്കുന്നത് ഇനിയൊരു ഇൻഫിനിറ്റ് സം GP ആണ്. ലൈക്ക് സിഗ്മ n = 0 to ∞ r⁻n എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇതിൻ്റെ സമ്മേഷൻ ഇക്വേഷൻ നമുക്കറിയാം 1/1 - r ആണ്. ഇൻഫിനിറ്റ് സം GP വിത്ത് ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് r ആണെങ്കിൽ 1/1 - r. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ r-ന് പകരം a² എന്നാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് എന്തായിട്ട് മാറും, സിഗ്മ e² × 1/1 - a². ഓക്കെ, എത്രയാണ് വരുന്നുള്ളൂ. ഇപ്പോൾ ഇതിൽ വേണമെങ്കിൽ സിഗ്മ e²ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. q²/12 എന്നുള്ള രീതിയിൽ q പകരം 2⁻b കൊടുക്കുകയാണെങ്കിൽ 2⁻2 - 2b/12 × 1/1 - a². ഇതാണ് എന്താ ഇത് പ്രകാരമുള്ള ആൻസർ വരുന്നത്. ഇപ്പോൾ ഫസ്റ്റ് മെത്തേഡാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞത്. ഈ മെത്തേഡ് അല്ലാണ്ട് രണ്ടാമത്തെ മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് മെത്തേഡിൽ ഞാൻ പറഞ്ഞു എന്തായാലും സെറ്റ് ട്രാൻസ്ഫോം കാണേണ്ടി വരും. സെറ്റ് ട്രാൻസ്ഫോം കണ്ടിട്ട് ഇൻവേഴ്സ് എടുത്ത് h(n) വെച്ചിട്ടാണ് ഫസ്റ്റ് മെത്തേഡ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ ചെയ്യാൻ നമുക്ക് ഇൻവേഴ്സ് എടുക്കേണ്ട കാര്യമില്ല. എന്ത് മതി, h(z) ഉണ്ടായാൽ മതി. ഇപ്പോൾ h(z) എന്ന് പറഞ്ഞാൽ z/z - ആണ്. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, കാരണം രണ്ടാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു, രണ്ടാമത്തെ മെത്തേഡ് പ്രകാരം ചെയ്യണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഈ ഒരു റിലേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് റെസിഡ്യൂ ആണ് കാണാൻ പോകുന്നത്. ഏത് റെസിഡ്യൂ, h(z) × h(z⁻1 × z⁻1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാക്ടർ കണ്ടിട്ട് അതിൻ്റെ റെസിഡ്യൂ ആണ് നമ്മൾ ചെയ്യേണ്ട ആവശ്യം വരുന്നത്. ഓക്കെ, അപ്പോൾ അതിനിപ്പോൾ നമ്മളുടെ കയ്യിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് എന്ത്, h(z) ഉണ്ട്. h(z) = എന്താ, z/z - ആണ് അല്ലേ. അപ്പോൾ h(z⁻1) എന്താ വരിക, z-ന്റെ പകരം z⁻1 കൊടുക്കുക. z⁻1 /z⁻1 - a എന്ന് വരും. അല്ലെങ്കിൽ ഇത് ഈക്വൽ ടു എന്ത് വരും, z⁻1 1/z കൊടുത്തു കഴിഞ്ഞാൽ 1/1 - az എന്നുള്ള രീതിയിൽ വരും. പക്ഷെ നമുക്ക് എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ മെത്തേഡ് ചെയ്യുമ്പോൾ നമ്മളെല്ലാം z- എന്നുള്ള ഫോമിലേക്ക് ആക്കാൻ നോക്കണം. z- എന്നുള്ള രീതിയിൽ ആക്കിയാലാണ് നമുക്ക് കാര്യമുള്ളൂ. ഇതിൽ z- ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് ഇതിനെ പുറത്തേക്ക് എടുക്കേണ്ടി വരും, -a പുറത്തേക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ ഡിവൈഡഡ് ബൈ -a × z-1/a എന്നുള്ള രീതിയിൽ വരും ഈ ഒരു ടേം. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് റെസിഡ്യൂ കാണേണ്ടത് ഇതിൻ്റെയാണ്. അപ്പോൾ therefore ഇവിടുത്തെ കേസിൽ നമുക്ക് h(z) × z⁻1 എന്താണെന്ന് വേറെ സെപ്പറേറ്റ് ആദ്യം എഴുതണമെങ്കിൽ എഴുതാം. ഈക്വൽ ടു എന്താ വരിക ഇവിടുത്തെ കേസിൽ, z/z - a ഇൻറ്റു എന്ത് വരും ഈ ടേം, -1/a × z - 1/a
ഇൻറ്റു z raised to minus 1. z raised to minus 1 അവിടെ ക്യാൻസൽ ആയി പോകും. സോ ഈക്വൽ ടു നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? മൈനസ് 1/a ഇൻറ്റു 1/z minus a ഇൻറ്റു z minus 1/a. ഓക്കെ, ഇതാണ് ഇപ്പോൾ നമുക്ക് അവിടെ നമ്മളുടെ ഈ ഒരു ഫംഗ്ഷൻ കിട്ടി നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇനി റെസിഡ്യൂ കണ്ടുപിടിക്കാൻ നിൽക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ കയ്യിലുള്ളത് നോക്കുക, ഇതാണ് ഇക്വേഷൻ. ആ ഇക്വേഷൻ പ്രകാരം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടത് സിഗ്മ എപ്സിലോൺ സ്ക്വയർ ഈക്വൽ ടു സിഗ്മ ഇ സ്ക്വയർ. ഞാനൊന്നും ചെയ്യുന്നില്ല, അത് അതേപോലെ തന്നെ വെക്കുന്നു. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ എത്ര രണ്ട് ഇതാണ് വരുന്നത്. ഇപ്പോൾ ഇവിടുത്തെ പോൾസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് പോൾസ് വരിക? ഒന്ന് z ഈക്വൽ ടു എയും z ഈക്വൽ ടു 1/a ആണ് ഈ ഒരു ഫംഗ്ഷൻ്റെ പോൾസ് വരാൻ പോകുന്നത് അല്ലേ. അപ്പോൾ അത് എഴുതണമെങ്കിൽ എഴുതാം. ഇവിടെ ഞാൻ എഴുതിയിട്ടില്ല. പോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ z ഈക്വൽ ടു a 1/a. ഈ രണ്ട് പോൾസ് ആണ് വരുന്നത്. അപ്പോൾ ഇനി ഇത് ഇൻറ്റു റെസിഡ്യൂസ് ആണ് വരിക, സം ഓഫ് റെസിഡ്യൂസ് എന്നല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് എഴുതാണ് ചെയ്യുന്നത് റെസിഡ്യൂ ഓഫ് ഈ ടേം. ആ ടൈമിൽ നമുക്ക് ഇവിടെ സിംപ്ലിഫൈ ചെയ്ത് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് എഴുതാം റെസിഡ്യൂ ഓഫ് ഏതാ മൈനസ് 1/a ഇൻറ്റു 1/z മൈനസ് a ഇൻറ്റു z മൈനസ് 1/a അറ്റ് ആദ്യത്തെ കണ്ടീഷൻ എന്താ? ഇത് അറ്റ് z ഈക്വൽ ടു a ഒരെണ്ണം പ്ലസ് അടുത്ത റെസിഡ്യൂ ഓഫ് സെയിം തന്നെ മൈനസ് 1/a 1 ഡിവൈഡഡ് ബൈ z മൈനസ് a ഇൻറ്റു z മൈനസ് 1/a അറ്റ് z ഈക്വൽ ടു 1/a. ഓക്കെ, ഇതാണ് നമുക്ക് വരിക. ഇതിൽ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്തായിരുന്നു? നമ്മളുടെ റെസിഡ്യൂ എടുക്കണ നേരത്ത് പോൾ എന്ന് പറയുന്നത് യൂണിറ്റ് സർക്കിളിന്റെ ഉള്ളിലായിരിക്കണം. അപ്പോൾ ഇവിടെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ടായിരുന്നു, എ എന്ന് പറയുന്നത് 1-ന്റെയും 0-ന്റെയും ഇടയിലാണ്. അപ്പോൾ എ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണ്. അപ്പോൾ എന്തായാലും 1/a എന്തായിരിക്കും? 1/a എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അപ്പോൾ ഈ പോൾ മാത്രമാണ് ഫസ്റ്റ് നമ്മളെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. ഈ പോൾ എന്ന് പറയുന്നത് നമ്മളെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. അപ്പോൾ ഇത് പ്രകാരം ഉള്ള വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എന്താ കിട്ടുക? 0 ആയിട്ടായിരിക്കും കിട്ടുക. ഈക്വൽ ടു 0 ആണ് വരിക. കാരണം എന്താ? 1/a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ അതുകൊണ്ട് ഔട്ട്സൈഡ് യൂണിറ്റ് സർക്കിൾ ആണ്. അപ്പോൾ അത് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സോ ഈക്വൽ ടു എന്ത് വരും? നമുക്ക് സിഗ്മ ഇ സ്ക്വയർ ഇൻറ്റു ഇതിൻ്റെ റെസിഡ്യൂ മാത്രം. ഇതിൻ്റെ റെസിഡ്യൂ എങ്ങനെയാണ് കണ്ടായിരുന്നത്? ഏത് പോയിന്റിലാണ് റെസിഡ്യൂ കാണുന്നത് അതിനെ ഇവിടുന്ന് ഒഴിവാക്കുക, അടച്ചു പിടിക്കുക, അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കി കളയുക, ബാക്കി സെറ്റിനെ ആയിട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടുത്തെ കേസിൽ ചെയ്യുമ്പോൾ എന്ത് വരും? ഇൻറ്റു മൈനസ് 1/a ഇൻറ്റു 1 ആ സെറ്റ് മൈനസ് അവിടുന്ന് ഒഴിവാക്കി ബാക്കി സെറ്റിനെ ആയിട്ട് കൊടുക്കുക, a മൈനസ് 1/a അല്ലേ. അപ്പോൾ അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും നോക്കുക? സിഗ്മ ഇ സ്ക്വയർ ഇൻറ്റു മൈനസ് 1/a ഇൻറ്റു ഇവിടെ എന്ത് വരും? a സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ a വരും അല്ലേ. അപ്പോൾ ഇത് ക്യാൻസലായി പോകും. ഈ മൈനസിൻ്റെ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ എനിക്കിതിന് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? സിഗ്മ ഇ സ്ക്വയർ ഇൻറ്റു 1/1 മൈനസ് a സ്ക്വയർ. അപ്പോൾ ഇതാണ് ആൻസർ കിട്ടുക. ഇതേ ആൻസർ തന്നെയാണ് നമുക്ക് എവിടെയും കിട്ടിയത്, തൊട്ട് മുന്നേയും കിട്ടിയിട്ടുണ്ടായിരുന്നത് അല്ലേ. സിഗ്മ ഇ സ്ക്വയർ ഇൻറ്റു 1/1 മൈനസ് a സ്ക്വയർ. അപ്പോൾ ഇതിൽ ഏത് മെത്തേഡ് വെച്ച് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് സെയിം തന്നെ കിട്ടും. അപ്പോൾ അതാണ് രണ്ട് മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ഔട്ട്പുട്ട് വാരിയൻസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് നോയ്സ് പവർ കണ്ടു. അപ്പോൾ അടുത്ത ഒരു പ്രോബ്ലത്തിലേക്ക് വരാം നമുക്ക്. സോ ക്വസ്റ്റ്യൻ ഇതാണ്. ഫോർ ദ റിക്കർസീവ് ഫിൽട്ടർ ഷോൺ ഇൻ ഫിഗർ, the input x of n has a peak value of 10 volt represented by 6 bits. Compute the variance of output due to AD conversion process. Okay. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ ഒരു ഫിഗർ ആയിട്ടാണ്, ഡിഫറൻസ് ഇക്വേഷൻ കൂടി ആയിട്ടല്ല തന്നിട്ടുള്ളത്, നമുക്കൊരു എന്താ പറയുക അതിൻ്റെ റിയലൈസേഷനാണ് തന്നിട്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് ഉണ്ടാക്കാൻ നിൽക്കണം? ഡിഫറൻസ് ഇക്വേഷൻ ഉണ്ടാക്കണം എന്നുള്ള ഒരു കാര്യം. പിന്നെ ഇവിടെ റേഞ്ചും ബിറ്റ്സും ഒക്കെ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്ക് 10 വോൾട്ട് തന്നിട്ടുണ്ട്, ബിറ്റ്സ് 6 തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ കേസിൽ നമുക്ക് R ഈക്വൽ ടു എത്ര തന്നിട്ടുണ്ട്? 10 വോൾട്ട് എന്നുള്ള രീതിയിൽ തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ B+1 ആണ് നമ്മളുടെ എന്ത് തന്നിട്ടുള്ളത്? 6 ബിറ്റ്സ് എന്നുള്ള രീതിയിൽ തന്നിട്ടുണ്ട്. ഫോർ ഇവിടുത്തെ സ്റ്റെപ്പ് സൈസ് എന്താ വരിക? ക്വാണ്ടൈസേഷൻ സ്റ്റെപ്പ് സൈസ് ഈക്വൽ ടു നമ്മളുടെ ബേസിക് ഇക്വേഷൻ Q ഈക്വൽ ടു R ബൈ 2 raised to B+1.
അല്ലേ, ഈക്വൽ ടു 10 ഡിവൈഡഡ് ബൈ 2 റേസ് ടു 6. 10 ഡിവൈഡഡ് ബൈ 2 റേസ് ടു 6 വരും. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 0.1565 എന്ന് കിട്ടും. 10 ഡിവൈഡഡ് ബൈ 2 റേസ് ടു 6 ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അത് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വാരിയൻസ് ഓഫ് എറർ സിഗ്നൽ അല്ലെങ്കിൽ ഇൻപുട്ടിൻ്റെ എറർ കാണാലോ. സിഗ്മ ഇ സ്ക്വയർ ഈക്വൽ ടു എന്താ, ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ 12 അല്ലേ. ക്യൂ സ്ക്വയർ ബൈ 12 ആണ്, വിൽ ബി ഈക്വൽ ടു 0.15625 square divided by 12, and that will be equal to 2.0345 into 10 raised to minus 3. ഇതാണ് നമുക്ക് സിഗ്മ ഇ സ്ക്വയറിനുള്ള വാല്യൂ കിട്ടുക. ഓക്കെ, അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ നമ്മളുടെ LTI സിസ്റ്റത്തിലേക്ക് വരാം. വിത്തൗട്ട് എറർ വെച്ചിട്ടാണ് നമുക്ക് എന്തായാലും എന്ത് എഴുതാൻ പറ്റുള്ളൂ, ഡിഫറൻസ് ഇക്വേഷൻ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മൾ അതിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇതവിടെ വെച്ചു. ഈ കൺസിഡർ the given LTI system, the given LTI system without error, without error signal E of n. അപ്പോൾ അത് എറർ സിഗ്നൽ ഇല്ലാത്ത കേസിൽ നമുക്ക് കൺസിഡർ ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിന് ജസ്റ്റ് ഒന്ന് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യാം, ഇതിനെ താഴേക്ക് കോപ്പി ചെയ്യുന്നത് മാത്രം. ഓക്കെ, സോ ഇത് കോപ്പി ചെയ്ത് ഇവിടേക്ക് വയ്ക്കും. ഇതാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനം അല്ലേ. ഇതിൽ നിന്ന് നമ്മൾ ഡിഫറൻസ് ഇക്വേഷൻ ഉണ്ടാക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ അതിൽ ഒരു കാര്യം കൂടി നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. എന്താ, ഇത് y of n ആണ്. ഇത് ഇങ്ങോട്ട് എടുക്കും, z⁻⁻1 ചെയ്തത് എന്തായി മാറും, y of n-1 ആയിട്ട് മാറും അല്ലേ. ഇവിടെ നിന്ന് നമുക്കറിയാം ഈ എക്സ് ഓഫ് എൻ വരുന്നുണ്ട്, പിന്നെ ഈ ഒരു സിഗ്നൽ വരുന്നുണ്ട്. ഇത് രണ്ടും കൂടി കിട്ടുന്നതിന് ഇങ്ങോട്ട് കിട്ടുന്നതാണ് y of n. ഇത് ഒന്നും ആരോ മാത്രം ഇട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം 1 ആണ് അതിൻ്റെ ഇത് എന്നുള്ളതാണ്. അപ്പോൾ അത് ഗെയിൻ 1. ഈ ഒരു പോയിന്റിൽ തന്നെ എനിക്ക് എന്ത് കിട്ടും, y of n കിട്ടും. അപ്പോൾ y of n എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് എൻ പ്ലസ് ഈ ഒരു സാധനം ആഡ് ചെയ്താൽ മതി. എക്സ് ഓഫ് എൻ പ്ലസ് എന്താ 0.93 y of n-1 ചെയ്താൽ മതി അല്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ അതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കി എടുക്കേണ്ട കാര്യം വരുന്നുള്ളൂ. സോ നമുക്ക് എന്ത് കിട്ടും, ഡിഫറൻസ് ഇക്വേഷൻ ഓഫ് ദ സിസ്റ്റം. അപ്പോൾ അത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഫറൻസ് ഇക്വേഷൻ ഓഫ് ദ സിസ്റ്റം, ഡിഫറൻസ് ഇക്വേഷൻ ഓഫ് ദ സിസ്റ്റം ഈസ് ഗിവൺ ബൈ എന്താ വരിക, y of n is equal to 0.93 y of n-1. നമുക്ക് സുഖമായിട്ട് കിട്ടും ലാരോ. അതൊരു z⁻⁻1 y of n-1 അതിനെ ഈ ഇത് കൂടെ കടന്നു വരണം. 0.93 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. പ്ലസ് എന്ത് മാത്രമേ ഉള്ളൂ, ചുമ്മാ എക്സ് ഓഫ് എൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, y of n കിട്ടി. പിന്നെ നമുക്കറിയാം ഏത് ചെയ്യണമെങ്കിലും നമുക്ക് എന്ത് വേണം, h of z വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ടേക്കിംഗ് സെറ്റ് ട്രാൻസ്ഫോം. So taking Z transform on both sides. Z transform എടുത്താൽ എന്ത് കിട്ടും, we have y of n equal to 0.93 z⁻⁻1 ഇവിടെ y of n അല്ല, നമ്മൾ Z transform എടുത്തല്ലോ. y of z equal to 0.93 z⁻⁻1 y of z പ്ലസ് എക്സ് ഓഫ് സെഡ് എന്ന് വരും അല്ലേ, പ്ലസ് എക്സ് ഓഫ് സെഡ്. ഇനി അവിടെ ചെയ്യേണ്ടത് വൈനും എക്സിനും ഓരോ ഡിഫറെൻറ്റ് ഭാഗത്തേക്ക് ആക്കുക. അതിൻ്റെ ആവശ്യം ഞാൻ ചെയ്യുന്നില്ല, സ്റ്റെപ്പ് സിമ്പിളാണ്, നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്നതാണ്. സോ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് y of z ബൈ എക്സ് ഓഫ് സെഡ് എഴുതാൻ പറ്റും. y of z ബൈ എക്സ് ഓഫ് സെഡ് നമുക്ക് എന്ത് കിട്ടും, എന്താ കിട്ടുക, സിമ്പിളായിട്ടുള്ള കാര്യമാണ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. y of z ബൈ എക്സ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.93 z⁻⁻1 വരും, അല്ലെങ്കിൽ z ബൈ z - 0.93. നേരത്തെ ക്വസ്റ്റ്യൻ്റെ അതേപോലെ തന്നെയാണ്. അതിൽ a എന്നുള്ളതിന് പകരം ഇവിടെ 0.93 വന്നു എന്നുള്ളൊരു ഡിഫറൻസ് മാത്രമാണ് ഇപ്പോൾ വന്നിട്ടുള്ളൂ. എക്ക് പകരം ഇവിടെ വാല്യൂ ഉണ്ട് എന്ന് മാത്രം അല്ലേ. ഇതാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ദെർഫോർ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ അവിടെ എഴുതുന്നില്ല, ഇൻവേഴ്സ് എടുത്ത് നമുക്ക് എന്ത് കിട്ടും, എച്ച് ഓഫ് എൻ കിട്ടുമല്ലോ. എച്ച് ഓഫ് സെറ്റ് ഉണ്ടെങ്കിൽ എച്ച് ഓഫ് എൻ ഈസ് ഈക്വൽ ടു എന്താ വരിക, അപ്പോൾ 0.93 a raised to n u of n 0.93 raised to n
u of n എന്ന് വരും അല്ലേ. അപ്പോൾ അതുകൊണ്ട് therefore നമുക്ക് variance അല്ലെങ്കിൽ ഔട്ട്പുട്ടിലെ variance equal to sigma epsilon square equal to sigma e square into summation n equal to 0 to infinity hn square അല്ലേ. അപ്പോൾ അത് എന്ത് കൊടുത്താൽ മതി, സിഗ്മ ഇ സ്ക്വയർ ഇൻറ്റു സിഗ്മ എൻ സമ്മേഷൻ n equal to 0 to infinity എന്ത് വരും 0.93 raised to 2n വരും അല്ലേ. അത് ഈക്വൽ ടു എന്ത് കിട്ടും, സിഗ്മ ഇ സ്ക്വയർ ഇൻറ്റു 1/1 മൈനസ് 0.93 സ്ക്വയർ എന്ന് വരും. ഓക്കെ, സോ ഇത് ഈക്വൽ ടു നമുക്ക് ഈ സിഗ്മ ഇ സ്ക്വയറിന് നമ്മൾ വാല്യൂ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. സിഗ്മ ഇ സ്ക്വയറിൻ്റെ വാല്യൂ എന്തായിരുന്നു, സിഗ്മ ഇ സ്ക്വയറിന് നമ്മൾ വാല്യൂ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വാല്യൂ. ഓക്കെ, ഈ വാല്യൂ അങ്ങോട്ട് എടുക്കാം. അപ്പോൾ അതും കൂടി അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളത് വരുന്നുള്ളൂ. അപ്പോൾ ഇത് മൾട്ടിപ്ലൈഡ് ബൈ ദിസ് തിങ് ഇൻറ്റു 1/1 മൈനസ് 0.93 സ്ക്വയർ. ഓക്കെ, അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, 0.0151. ഇതാണ് വാരിയൻസ്, ഔട്ട്പുട്ടിലെ വാരിയൻസ്. ഓക്കെ, 101 കറക്റ്റ് വരുന്നുണ്ടാവില്ല, 059 എന്നൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇനി ഞാൻ അപ്രോക്സിമേറ്റ് ചെയ്തെടുത്താണ് എന്താ 0.0151 എന്നുള്ള രീതിയിൽ. ഓക്കെ, ഇതാണ് നമ്മളുടെ ഫസ്റ്റ് മെത്തേഡ് വെച്ചിട്ട് കിട്ടുന്നത്. ഇനി സെക്കൻഡ് മെത്തേഡ് പ്രകാരം നമുക്ക് എന്താണ് ഇക്വേഷൻ വരുന്നത്, ആ റെസിഡ്യൂ ആണ് ഇക്വേഷൻ വരുന്നത് അല്ലേ. ഇപ്പോൾ റെസിഡ്യൂ വെച്ചിട്ടാണ് വരുന്നത് നമ്മളെ സെക്കൻഡ് മെത്തേഡ് പ്രകാരം വരുന്നത്. അപ്പോൾ അതിന് എനിക്ക് ആദ്യം എന്ത് കിട്ടണം, എച്ച് ഓഫ് സെഡും എച്ച് ഓഫ് സെഡ് റേസ് ടു എച്ച് ഓഫ് സെഡ് ഉണ്ടാവും. അതിപ്പോൾ എൻ്റെ എന്താണ് സെഡ് ബൈ സെഡ് മൈനസ് 0.93 ആണ് അല്ലേ. സെഡ് ബൈ 0.93. അപ്പോൾ എച്ച് ഓഫ് സെഡ് റേസ് ടു -1 എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സെഡിന് പകരം സെഡ് റേസ് ടു -1, സെഡ് റേസ് ടു -1 ഡിവൈഡ് ബൈ സെഡ് റേസ് ടു -1 മൈനസ് 0.93 ആണ് വരിക. ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു എന്ത് വരും, 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.93 സെഡ് എന്ന് വരും. അപ്പോൾ അവിടെ ഞാൻ 0.93നെ പുറത്തേക്ക് എടുക്കേണ്ടി വരും. 1/0.93 എങ്ങനെയാണ് വരിക, 1 ഡിവൈഡഡ് ബൈ മൈനസ് 0.93 എടുക്കേണ്ടി വരും. മൈനസ് 0.93 ഇൻറ്റു സെഡ് മൈനസ് 1/0.93 എന്ന് വരും. ആൻഡ് ദിസ് വിൽ ബി ഈക്വൽ ടു മൈനസ് 1.0753 ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് 1.0753 ഈ രീതിക്കാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ എൻ്റെ എച്ച് ഓഫ് ഏതൊക്കെ ഉണ്ട് കയ്യിൽ, എച്ച് ഓഫ് സെഡ് ഉണ്ട്, എച്ച് ഓഫ് സെഡ് റേസ് ടു -1 ഉണ്ട്. അപ്പോൾ therefore എനിക്കിവിടെ വേണ്ടത് എന്താ, എച്ച് ഓഫ് സെഡ് ഇൻറ്റു എച്ച് ഓഫ് സെഡ് റേസ് ടു -1 ഇൻറ്റു സെഡ് റേസ് ടു -1 ആണ്. അപ്പോൾ അത് ഈക്വൽ ടു എന്ത് വരും, സെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് 0.93 ഇൻറ്റു ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് മൈനസ് 1.073 ഡിവൈഡഡ് ബൈ എന്താ സെഡ് മൈനസ് 1.0753 ഇൻറ്റു സെഡ് റേസ് ടു -1 അല്ലേ. ഇത് എന്ത് ക്യാൻസൽ ആയി പോകും, സെഡ് റേസ് ടു -1 ക്യാൻസൽ ആയി പോകും. സോ ദിസ് തിങ് വിൽ ബി ഈക്വൽ ടു മൈനസ് 1.073 ഡിവൈഡഡ് ബൈ z minus 0.93 into z minus 1.0753 എന്നുള്ള രീതിയിൽ വരും. സോ therefore നമുക്ക് എന്താ കാണണ്ടേ, സിഗ്മ എപ്സിലോൺ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്തായിരുന്നു, സിഗ്മ ഇ സ്ക്വയർ മൾട്ടിപ്ലൈഡ് ബൈ റെസിഡ്യൂ ഓഫ് ഈ സംഭവം എച്ച് ഓഫ് സെഡ് ഇൻറ്റു റെസിഡ്യൂ ഓഫ് എന്ന് പറയുന്നത് അതിൽ മുന്നേ ഉണ്ട്, സമ്മേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ തന്നെ എഴുതാം. ഒറ്റ റെസിഡ്യൂ അല്ല, എത്ര റെസിഡ്യൂ ഉണ്ടോ അത്രയും ആണല്ലോ. അതായത് സിഗ്മ ഐ ഈക്വൽ ടു 1 to n. ഈ കേസിലാണെങ്കിൽ 1 to 2 എന്നാണ് കേട്ടോ വരിക. ഈ കേസിൽ നമുക്ക് 2 പോൾസ് ആണ് വരുന്നത് അല്ലേ, 0.93ലും 1.075ലും. എച്ച് ഓഫ് സെഡ് ഇൻറ്റു എച്ച് ഓഫ് സെഡ് റേസ് ടു -1 ഇൻറ്റു സെഡ് റേസ് ടു -1
അറ്റ് സെഡ് ഈക്വൽ ടു പി ഐ ഏതൊക്കെ പോളുകളാണെന്നുള്ളത്. ഈ കേസിൽ ജസ്റ്റ് എന്ത് മാത്രം മതി നമുക്ക് സിഗ്മ ഇ സ്ക്വയർ ഇൻ ടു റെസിഡ്യൂ ഓഫ് രണ്ട് കേസുകളാണ് വരിക. ഇത് എടുത്ത് എഴുതിയിട്ട് ഫസ്റ്റത്തെ അറ്റ് ഈ പോയിന്റും അറ്റ് രണ്ടാമത്തെ പോയിന്റും. ഇപ്പം ഞാൻ അത് മുഴുവനൊന്നും എഴുതുന്നില്ല, ഒരെണ്ണം മാത്രമേ ഇവിടെ ആവശ്യം വരുന്നുള്ളൂ. സോ റെസിഡ്യൂ ഓഫ് എന്തെന്ന് വരും -1.0753 ഡിവൈഡഡ് ബൈ z minus 0.93 multiplied by z minus 1.0753 at z equal to 0.93. അത് മാത്രം ചെയ്താൽ മതി, രണ്ടാമത്തെ ആവശ്യമേ വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് ഈക്വൽ ടു എനിക്ക് എന്ത് കിട്ടും? ഈക്വൽ ടു സിഗ്മ ഇ സ്ക്വയർ ഇൻറ്റു റെസിഡ്യൂ ഇതിന് കാണാൻ വേണ്ടിയിട്ട് അതിനെ ഒഴിവാക്കുക, ബാക്കിയുള്ള സെറ്റിന് 0.93 കൊടുക്കുക ഇൻറ്റു -1.0753 divided by 0.93 minus 1.0753 വരും. ഈക്വൽ ടു നമുക്കിതിൽ സിഗ്മ ഇ സ്ക്വയറിൻ്റെ വാല്യൂം അറിയും, അപ്പോൾ അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സിഗ്മ ഇ സ്ക്വയർ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, ഏതാ? ഇതാണ് സിഗ്മ ഇ സ്ക്വയറിൻ്റെ വാല്യൂ വരുന്നത് അല്ലേ. അപ്പോൾ അതും കൂടി അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റു -1.0753 divided by the value -0.1453. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ടു നമുക്ക് കിട്ടുക 0.0151. അപ്പോൾ ഈ മെത്തേഡ് വെച്ചിട്ടും സെയിം വാല്യൂ തന്നെ. ഓക്കെ, ഇത്രേ വരുന്നുള്ളൂ. അപ്പോൾ ആ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ജസ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ വെറുതെ കാണിക്കാം, ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. The output signal of an analog to digital converter is allowed to pass through a first order low pass filter with a transfer function which is expressed as given below. H of z equal to 1 minus a into z divided by z minus a, where 0 less than a less than 1. Compute the steady state output noise power because of quantization at the output of the filter. ഇപ്പോൾ ഇവിടുത്തെ ഒരു ഡിഫറൻസ് പറഞ്ഞാൽ എന്താ? ഡയറക്റ്റ് ഒരു എച്ച് ഓഫ് സെറ്റ് തന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യേണ്ടതെങ്കിൽ എച്ച് ഓഫ് സെറ്റ് എന്ന് എന്ത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്? ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവിടെ വരുന്നുള്ളൂ. സോ ഡയറക്റ്റ് നമുക്ക് ഈ ഒരു സാധനം സിമ്പിൾ ആയതുകൊണ്ട് ഡയറക്റ്റ് ഇൻവേഴ്സ് അപ്ലൈ ചെയ്യാം. ചില കേസിൽ ഇപ്പോൾ സെറ്റ് മൈനസ് വേറെ ടേം കൂടി നിങ്ങൾ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കിയിട്ട് ഇൻവേഴ്സ് എടുക്കണം. അപ്പോൾ അതൊക്കെ ഓർമ്മ വിചാരിക്കണം. ഇപ്പോൾ ഈ കേസിലാണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആകെ ഒരു സെറ്റിൻ്റെ ടേം, പിന്നെ 1 മൈനസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ 1 മൈനസ് എ അവിടെ അതേപോലെ തന്നെ നിൽക്കും. ഇൻറ്റു സെറ്റ് ബൈ സെറ്റ് മൈനസ് എ ആണ്, അതിനെന്ത് എഴുതാം? a⁻n u of n അല്ലേ. ഇനി ഇത് വെച്ചിട്ട് പ്രൊസീഡിയറിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. 1 മൈനസ് എ എന്ന് പറയുന്നത് ഇൻറ്റു a⁻n. അപ്പോൾ ആ രീതിക്ക് അത് വെച്ചിട്ട് ചെയ്യാമെന്ന് മാത്രമാണ് ഇവിടെ വരുന്നുള്ളൂ. രണ്ട് ഇക്വേഷനിൽ ഇത് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. അത് നിങ്ങൾ ചെയ്ത് നോക്കുക, ഞാനത് ചെയ്യുന്നില്ല.